നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു കോൺഗ്രസ് നേതാവ് കൂടി കാവി പുതച്ചു. കോൺഗ്രസിൽ നിന്നും വീണ്ടും കൊഴിഞ്ഞുപോക്ക്. കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന എസ് കൃഷ്ണകുമാർ ബി.ജെ.പിയിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം AICC വക്താവ് പ്രിയങ്ക ചതുർവേദി ശിവസേനയിൽ ചേർന്നതിന് പിന്നാലെയാണ് കൃഷ്ണകുമാറിന്റെ ബി.ജെ.പിയിലേക്കുള്ള ഈ തിരിച്ചുപോക്ക്. നേതാക്കളുടെയും പാർട്ടി പ്രവർത്തകരുടെയും ബി.ജെ.പിയിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് തടയാനാകാതെ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ വക്താവായിരുന്ന ടോം വടക്കൻ ബി.ജെ.പിയിൽ ചേർന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം വക്താവായിരുന്ന പ്രിയങ്ക ചതുർവേദി ശിവസേനയിലും ചേർന്നിരുന്നു. പ്രിയങ്ക ചതുർവേദിയുടെ കൊഴിഞ്ഞുപോക്കിൽ പ്രതിരോധത്തിലായ കോൺഗ്രസിനെ കൂടുതൽ കുഴക്കിയാണ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന എസ് കൃഷ്ണകുമാറും ബി.ജെ.പിയിലേക്ക് വീണ്ടും ചേക്കേറിയത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള കൃഷ്ണകുമാർ 8, 9, 10 ലോക്സഭകളിൽ അംഗമായിരുന്നു. 1963 സിവിൽ സർവീസിൽ പ്രവേശിച്ച അദ്ദേഹം എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു. 1980 സിവിൽ സർവീസ് രാജിവെച്ച് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിലിറങ്ങി. 1984-96 കാലഘട്ടത്ത് കൊല്ലത്ത് നിന്ന് 3 തവണ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇക്കാലയളവിലാണ് മന്ത്രിസ്ഥാനം വഹിച്ചിട്ടുള്ളത്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെയും ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെയും വാർത്താ പ്രക്ഷേപണ വകുപ്പിന്റെയും പെട്രോളിയം, പ്രകൃതിവാതകം, പ്രതിരോധം, കൃഷി തുടങ്ങിയ വകുപ്പുകളുടെയും ചുമതലകളായിരുന്നു അദ്ദേഹം വഹിച്ചിട്ടുള്ളത്. പലയിടത്തും തെരഞ്ഞെടുപ്പ് നടക്കുകയും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുമിരിക്കുന്ന സമയത്ത് കോൺഗ്രസിൽ നിന്ന് മുതിർന്ന നേതാക്കൾ ഓരോന്നായി പടിയിറങ്ങുന്നത് കോൺഗ്രസിന് വലിയ ക്ഷീണം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ നെറുകയിൽ കോൺഗ്രസോ ബി.ജെ.പിയോ എന്ന ചോദ്യത്തിന് ആക്കം കൂടുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ ആത്മവിശ്വാസത്തിന് പോലും വെല്ലുവിളിയാവുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.